وما لم يشأ لم يكن لا حول ولا قوة إلا بالله العظيم المنان رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ വെള്ളിയാഴ്ചക്ക് വെറുമൊരു വെള്ളിയാഴ്ചയുടെ പവർ മാത്രമല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മാസമാണ്. അതുപോലെ തന്നെ അവിടുത്തെയുടെ ജന്മദിനം കൂടിയാണ് ഇന്ന്. ഇങ്ങനെ ഒരു വെള്ളിയാഴ്ച അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുക. കാരണം വെള്ളിയാഴ്ചയെപ്പറ്റി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചത് സയ്യിദുൽ അയ്യാം എന്നാണ്. ദിവസങ്ങളിൽ തന്നെ ഏറ്റവും വലിയ നേതാവാണ് ഏത്? വെള്ളിയാഴ്ച ദിവസമെന്ന് പറയുന്നത്. ആ വെള്ളിയാഴ്ച ദിവസം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും അവിടം മുതൽ അവസാനത്തെ പ്രവാചകരാകുന്ന നമ്മുടെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇതെല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കാരണം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു പടക്കുന്നത് വെള്ളിയാഴ്ചയിലാണ്. ഈ ലോകം ഇനി അവസാനിക്കുകയും വെള്ളിയാഴ്ച ദിവസത്തിലാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്, സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ, ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ച ദിവസമാണ്. ആ വെള്ളിയാഴ്ചയിലാണ് നമ്മളെപ്പോലുള്ള മനുഷ്യരുടെ തുടക്കമുണ്ടാകുന്നത്. അഥവാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു സൃഷ്ടിക്കുന്നത്. ഭൂമിയിലേക്ക് മനുഷ്യോൽപത്തിയുടെ ആരംഭം തുടങ്ങുന്നത് എപ്പോഴാണ്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു പടച്ചത് അങ്ങനെയാണ്, വെള്ളിയാഴ്ച ദിവസത്തിലാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആ വെള്ളിയാഴ്ചയുടെ പവറിനെ കുറിച്ച്, പവിത്രതയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അഫ്ളലു അയ്യാമിക്കും യൗമുൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയാണ്. ഫീഹി ഖുലിഖ ആദം, ആ ദിവസത്തിലാണ് ആദം നബി അലൈഹിസ്സലാമയെ അല്ലാഹു പടച്ചത്. മാത്രമല്ല വഫീഹി ഖുബിള, ആ വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞതും ആദം നബിയെ പടച്ചതും ആദം നബി അലൈഹിസ്സലാം ഈ ലോകത്തോട് വിട പറഞ്ഞതും ഒരേ ദിവസമാണത്, വെള്ളിയാഴ്ചയാണ്. മാത്രമല്ല വഫീഹി നഫ്ഖതു ഫീഹി, ആ വെള്ളിയാഴ്ച ദിവസമാണ് ഈ ലോകത്തിന് അന്ത്യം കുറിക്കുക. സയ്യിദുനാ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാഹളത്തിൽ ഓതുന്ന ദിവസവും ഇതേ വെള്ളിയാഴ്ചയാണ്. മാത്രമല്ല ഹബീബായ തങ്ങൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, അതുകൊണ്ട് ഫഅക്തിറൂ അലയ്യ മിനസ്സലാ, അതുകൊണ്ട് എൻ്റെ മേൽ നിങ്ങൾ ധാരാളമായി സ്വലാത്തുകൾ അധികരിപ്പിച്ചോളൂ. ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ചയാണ്. അന്നാണ് ആദം നബിയെ പടച്ചത്. എന്തിനാ ആദം നബിയെ അല്ലാഹു പടച്ചത്? ആദം നബി അലൈഹിസ്സലാമിനെ എന്തിനാ പടച്ചതെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? എന്താ പറയാൻ പറ്റുക? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന മഹാപ്രതിഭാസത്തെ ലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പടച്ചത്. രണ്ട് ആദം നബി അലൈഹിസ്സലാമിൻ്റെയും മുസ്തഫായ നബി തങ്ങളുടെയും ഇടയിൽ 1000 കൊല്ലങ്ങളുടെ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഭൂലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള തുടക്കമാണ്
ആദം നബി അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പ്. എൻ്റെ മുഅ്മിനീങ്ങളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണേ. അതുകൊണ്ട് ഹബീബായ തങ്ങൾ പറയാണ്, ഫാക്തിറൂ അലയ്യ മിനസ്സലാത്തി ഫീ, ആ ദിവസത്തിൽ എൻ്റെ മേൽ നിങ്ങൾ ധാരാളമായിട്ട് സ്വലാത്തുകൾ അധികരിപ്പിച്ചോളൂ. ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, നിങ്ങൾ ഏത് നാട്ടിലിരുന്നു കൊണ്ട്, ഏത് ദിക്കിലിരുന്നു കൊണ്ട്, എവിടെ ഇരുന്നു കൊണ്ടാണ് എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നതെങ്കിലും അതെല്ലാം എനിക്ക് വെളിവായി കാണിക്കപ്പെടുന്നതാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് ചോദിച്ചപ്പോൾ, ഇത് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹബീബേ നിങ്ങൾ പറയുന്നു നിങ്ങളുടെ മേൽ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ വെളിവാക്കപ്പെടുമെന്ന്. ഫകൈഫ തുറദു സ്വലാത്തുനാ അലൈക വഖദ് അറംത, നിങ്ങൾ മരിച്ച മണ്ണോട് ചേർന്ന് പോയില്ലേ ഹബീബേ, പിന്നെ എങ്ങനെയാണ് മരിച്ച മണ്ണോട് ചേർന്നാൽ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് അങ്ങയുടെ മേൽ കാണിക്കപ്പെടുക എന്ന് ചോദിച്ചപ്പോൾ, ഇന്ന് സ്വഹാബത്ത് സംശയം പ്രകടിപ്പിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ എൻ്റെ ജീവിതകാലത്ത് എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാലും ആ സ്വലാത്തിനെ എന്നിലേക്ക് എത്തിക്കപ്പെടുന്നത് പോലെ എൻ്റെ വഫാത്തിൻ്റെ ശേഷം എൻ്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകളും എനിക്ക് വെളിവാക്കപ്പെടുകയാണ്. ഞാൻ എൻ്റെ ഭൗതിക ശരീരത്തെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ അത് നാമാവശേഷമായി പോവുകയില്ല. ഇന്നമാ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അംബിയാക്കളുടെ ശരീരത്തെ അല്ലാഹു മണ്ണിന് ഹറാമാക്കിയിരിക്കുന്നു. അംബിയാക്കളുടെ ശരീരം മണ്ണ് തിന്നൂല. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ. നമ്മുടെ ഏതൊരാളുടെയും ശരീരത്തെ ഖബറിൽ കൊണ്ടുവച്ചാൽ അവിടെ നമ്മുടെ ശരീരം തിന്നാൻ വലിയ വലിയ പുഴുക്കളുണ്ട്, തേളുകളുണ്ട്, പാമ്പുകളുണ്ട്. പക്ഷെ അമ്പിയാക്കളുടെ ശരീരത്തെ അല്ലാഹു മണ്ണിനെ ഹറാമാക്കിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, സ്വഹാബത്തിൻ്റെ സംശയത്തിന് മറുപടി കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തെ അള്ളാഹു പടച്ചതുപോലും അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടിയിട്ടാണ്. ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹ് പടച്ചതും അതിന് തന്നെയാണ്. ആർക്ക് വേണ്ടി? മുസ്തഫായ നബി തങ്ങളെ ഈ ഭൂമി ലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. മുസ്തഫായ നബി തങ്ങളെ ഭൂമി ലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നുണ്ടല്ലോ, എത്ര വയസ്സായി? വയസ്സെത്രയെന്ന് പറയാൻ എനിക്കറിയില്ല, പക്ഷേ 70,000 കൊല്ലത്തിലൊരിക്കൽ ആകാശത്തുദിക്കുന്നൊരു പ്രത്യേകതരം നക്ഷത്രത്തെ 70,000 തവണ എന്നും 72,000 തവണ എന്നും പല അഭിപ്രായങ്ങളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും കാലങ്ങൾക്ക് മുമ്പ്, യുഗാന്തരങ്ങൾക്ക് മുമ്പ് ആ കണ്ട പ്രകാശത്തെക്കുറിച്ച് മുസ്തഫായ നബി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ജിബ്രീലേ, അത് എൻ്റെ പ്രകാശമാണ്. അപ്പോൾ ഇത് ഇന്നൊന്നിലും തുടങ്ങിയതല്ല, ഇത് കാലങ്ങളായിട്ട് ഈ ഭൂമിയും അതിലുള്ളതും ആകാശവും അതുപോലെ തന്നെ എന്തെല്ലാമുണ്ടോ അവകൾ മുഴുവനും അല്ലാഹ് പടച്ചത് ഒരേ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്. ആ വ്യക്തി പ്രഭാവമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ഹബീബായ റസൂലുള്ളാഹിനെ നമ്മുടെ മുൻഗാമികൾ സ്നേഹിച്ചതെങ്ങനെയാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പറഞ്ഞത്, ഹയാത്തി ഖൈറുൽ ലക്കും, എൻ്റെ ജീവിതം നിങ്ങൾക്ക് നന്മയാണ്, എൻ്റെ ജീവിതം നിങ്ങൾക്ക് നന്മയാണെന്ന് മാത്രമല്ല, വമമാതി ഖൈറുൽ ലക്കും, എൻ്റെ ജീവിതവും എൻ്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. എൻ്റെ ജീവിതവും എൻ്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പടച്ചത് സ്വർഗത്തിൽ. കുഞ്ഞുമോൻകയും റഷീദ് വൈസിയൊക്കെ ഉണ്ടാവേണ്ടിയിരുന്നത് സ്വർഗത്തിൽ. പക്ഷെ ആദം നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് ഒരു ചെറിയ അബദ്ധം വന്നു. എന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ട് അത് സ്വീകരിക്കാതെ വന്നപ്പോൾ ആദം നബി അലൈഹിസ്സലാം അവസാനം പയറ്റിയത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാഹ് ബറക്കത്ത് കൊണ്ട് പടച്ചോനെ എനിക്ക് പൊറുക്കണേ. അപ്പോൾ അള്ളാഹ് ചോദിച്ചല്ല,
മുഹമ്മദ് നബി ഞങ്ങൾ എങ്ങനെ അറിയാം? അപ്പോൾ ആ മുഹമ്മദ് നബിയുടെ നൂറിനെ ആദം നബി അലൈഹിസ്സലാമിൽ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ആത്മാവിൽ അവിടത്തെയുടെ പ്രകാശത്തെ അള്ളാഹുവെ അങ്ങ് തന്നില്ലയോ? നോക്കാം നിങ്ങൾ, ഇതൊരു ഭയങ്കര സംഭവം. ഇതിനെക്കുറിച്ച് ചിന്തിച്ചന്ന് ചോറ് വേണ്ടി വരില്ല. അതല്ലേ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് പറഞ്ഞപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, വല്ല ചെയ്യും ഞാൻ. കാരണം എന്നെ തീ കൊണ്ട് പടച്ചു, ആദമിനെ മണ്ണ് കൊണ്ട് പടച്ചു. മണ്ണ് കൊണ്ട് പടച്ച ആദം അലൈഹിസ്സലാമക്ക് ഞാൻ എങ്ങനെയാണ് സുജൂദ് ചെയ്യുക? പക്ഷെ കവി നമ്മളെ പഠിപ്പിച്ചു, ഇബ്ലീസ് സുജൂദ് ചെയ്യാൻ അല്ലാഹ് കൽപ്പിച്ച സമയത്ത് ഇബ്ലീസ് എങ്ങാനും ആദം നബിയുടെ മുഖത്ത് റസൂലുള്ളാഹിന്റെ പ്രകാശത്തെ കണ്ടിരുന്നുവെങ്കിൽ ആദ്യം റസൂൽ ആദം നബിക്ക് സുജൂദ് ചെയ്യുന്ന ആള് ഇബ്ലീസ് ആകുമായിരുന്നു. പക്ഷെ ആ പ്രകാശം കാണാനുള്ള ഭാഗ്യം അള്ളാഹു എല്ലാവർക്കും കൊടുക്കൂല. ആ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. അതുകൊണ്ടാണല്ലോ അതൊക്കെ നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതൊക്കെ റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹമെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. റസൂലുള്ളാഹിനെ സ്നേഹിച്ചവരാരും എന്തിനേറെ എന്നറിയോ? ഫലസ്തീൻകാരനാകുന്നൊരു ജൂതൻ, ഒരു ക്രൈസ്തവ സഹോദരൻ അതാ കടന്നു വരികയാണ്. റസൂലുള്ളാഹിന്റെ വഫാത്ത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ക്രൈസ്തവ സഹോദരൻ, ഫലസ്തീൻകാരനാകുന്ന മനുഷ്യൻ കടന്നു വന്നിട്ട് സ്വഹാബത്ത് സങ്കടത്തോടെ ഇരിക്കുകയാണ്. എല്ലാം മദീന മുഴുവനും ഒരു മൂകമായ അന്തരീക്ഷം. അവിടെ വന്നുകൊണ്ട് തൗറാത്തിൽ റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ട് റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി എത്രയോ ദിവസങ്ങളും മാസങ്ങൾ യാത്ര ചെയ്തുകൊണ്ട് കടന്നു വന്നവരാണ്. അവിടെ വന്നുകൊണ്ട് റസൂലുള്ളാഹിനെ അന്വേഷിക്കുകയാണ്. മദീന പള്ളിയുടെ ചുറ്റുഭാഗത്ത് കൂട്ടം കൂടിയിരുന്ന് കരയുന്ന സ്വഹാബത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് ആ ക്രൈസ്തവ സഹോദരൻ അന്വേഷിക്കുകയാണ്, മൻ മിൻകും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളിൽ മുഹമ്മദ് നബി ആരാണ്? റസൂലുള്ള വഫാത്തായത് ആ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. തൻ്റെ നാട്ടിൽ നിന്ന് തൗറാത്ത് വായിച്ചിട്ട് അതിൽ നിന്ന് റസൂലുള്ളാഹിന്റെ വിശേഷണങ്ങൾ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ആ നബിയെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി വന്നതാണ്. ഖുർആനിൽ മാത്രമല്ലല്ലോ റസൂലുള്ളാഹിന്റെ വിശേഷണങ്ങളുള്ളത്, തൗറാത്തിൽ പോലും റസൂലുള്ളാഹിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് റസൂലുള്ളാഹിനെ നേരിട്ടൊന്ന് കാണാൻ വന്നതാണ്. സ്വഹാബത്ത് മറുപടി പറയുന്നില്ല. ചോദ്യകർത്താവ് വന്ന മനുഷ്യൻ വീണ്ടും ചോദിച്ചു, മൻ മിൻകും മുഹമ്മദ്, നിങ്ങളിൽ മുഹമ്മദ് നബി ആരാണ്? ആരും മിണ്ടുന്നില്ല. പരസ്പരം കണ്ണിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. കാരണം റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തായി എന്ന വാർത്ത അറിഞ്ഞപ്പോൾ പോലും വാളെടുത്തിട്ട് ആരങ്ങനെ പറഞ്ഞാലും അവൻ്റെ കബന്ധം ഞാൻ അറുക്കുമെന്ന് പറഞ്ഞ സ്വഹാബത്താണ് റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത്. അത്രമേൽ അവർ ഹബീബിനെ സ്നേഹിച്ചവരാ. നമ്മുടെ സ്നേഹം എങ്ങനെയാ സഹോദരങ്ങളെ? അതുകൊണ്ട് വീണ്ടും ചോദ്യകർത്താവ് 3ാമത്തെ തവണയും ചോദിച്ചു, നിങ്ങളിൽ മുഹമ്മദ് നബി ആരാ? ഹബീബായ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് ആ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. ആ സമയത്ത് സ്വഹാബത്ത് പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് ഗദ്ഗദകണ്ഠരായിരിക്കുന്ന സ്വഹാബത്ത് വല്ലാതെ വിഷമിക്കുമ്പോ മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിറയാർന്ന ചുണ്ടുകളോട് ആഗതനായ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ഖദ് വഫിയ മുൻദു 3 അയ്യാം, 3 ദിവസങ്ങൾക്ക് മുമ്പ് ഹബീബി ലോകത്തോട് വിട പറഞ്ഞു പോയി. എത്രയോ ദിവസങ്ങൾ താണ്ടിയിട്ട് ഹബീബിനെ കാണാനുള്ള അടങ്ങാത്ത അനുരാഗം കൊണ്ട് കടന്നു വന്ന മനുഷ്യന്റെ കാതിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ വഫാത്ത എന്ന വാർത്ത കേട്ടപ്പോ വല്ലാത്ത വിഷമത്തിലായി പോവുകയാണ്. ആ മനുഷ്യൻ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. നിലവിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് അടിവര കുറിക്കണേ സഹോദര. യാ ലൈതനീ ലം തലിദിനി ഉമ്മീ, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതനീ ലം അഖറഇ തൗറാത്ത്, ഞാൻ
തൗറാത്ത് വായിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ആ തൗറാത്ത് വായിച്ചത് കൊണ്ടല്ലേ ഞാൻ ഹബീബിനെ അറിഞ്ഞത്. ആ ഹബീബിനെ ഒന്ന് കാണണമെന്ന ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത്. ആ ഹബീബിനെ കാണാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ എത്തി നോക്കുമ്പോൾ അള്ളാന്റെ ഹബീബ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയല്ലോ എന്ന വല്ലാത്ത വിഷമത്തിലാ മനുഷ്യനിങ്ങനെ പൊട്ടിക്കരയുകയാണ്. സ്വഹാബത്തും കൂടെ കരയുകയാണ്. അവസാനം റസൂലുള്ളാഹിനോടുള്ള ഖൽബിലുള്ള സ്നേഹം എത്രയെന്നറിയോ? ആ മനുഷ്യൻ പറഞ്ഞു, റസൂലുള്ളാഹിനെ കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചില്ലല്ലോ, പക്ഷേ ആ റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ ശരീരത്തിൽ കിടന്ന ഒരു കുപ്പായമെങ്കിലും എനിക്കൊന്ന് കാണിച്ചു തരാമോ സ്വഹാബ? അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് അലിയാര് തങ്ങളെന്ന മരുമകനെ വിളിക്കുകയാണ്. ഫാത്തിമ ബീവിയുടെ ഭർത്താവാകുന്ന അലിയാര് തങ്ങളെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. അലിയാര് തങ്ങളതാ സൽമാനുൽ ഫാരിസി എന്ന് പറയുന്ന നല്ല ആപ്പിള് പോലെ സുന്ദരനായ മനുഷ്യനെ വിളിക്കുകയാണ്. സൽമാൻ തങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ സൽമാൻ, അങ്ങകല ഫാത്തിമാന്റെ വീട്ടിൽ പോയി റസൂലുള്ളാഹിന്റെ ഖമീസ് ഒന്ന് വാങ്ങി വരണേ. സൽമാൻ തങ്ങൾ ഓടുകയാണ്. ഫാത്തിമ ബിയുടെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഓടുന്നത്. പക്ഷേ സൽമാൻ തങ്ങളുടെ പാദം ഇടറിപ്പോവുകയാണ്. കാലുകൾ മുന്നോട്ട് വെക്കുന്നതനുസരിച്ച് പുറകോട്ട് തന്നെ വരുന്നത് പോലെ അനുഭവപ്പെടുകയാണ്. വല്ലാത്ത വിഷമത്തിൽ കണ്ണുനീര് ചാലിട്ടൊഴുക്കിക്കൊണ്ടാണ് മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങൾ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് ഓടുന്നത്. ഫാത്തിമ ബീവിയുടെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ വാതിലടഞ്ഞു കിടക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ കുപ്പായം അന്വേഷിച്ച് വന്ന സൽമാൻ തങ്ങൾ വാതിലിന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ടൊരു സലാം പറയുകയാ. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തി റസൂലില്ലാഹ്, അല്ലയോ റസൂലുള്ളാഹിന്റെ കുടുംബമേ സലാം. ഉടനെ വീടിനകത്ത് നിന്ന് ഫാത്തിമ ബീവി പറയുകയാണ്, ആരാണ് ഈ യതീമുകളെ ഓർമ്മിപ്പിച്ച് കരയിക്കാൻ വന്നത്? ആരാണെങ്കിലും മടങ്ങിപ്പോയിക്കോ. ആ സമയത്ത് സൽമാൻ തങ്ങൾ പറയുകയാണ്, മോളെ ഫാത്തിമ, അന സൽമാൻ, അന സൽമാൻ, അന സൽമാൻ, ഞാൻ സൽമാനാണ്, സൽമാനാണ്, സൽമാനാണ് ഫാത്തിമ, കഥക് തുറക്കണേ ഫാത്തിമ. ഉടനെ ഫാത്തിമ ബീവി ചോദിക്കുകയാണ്, സൽമാൻ തങ്ങളെ, എൻ്റെ ഹബീബിൻ്റെ ജനാസ കൊണ്ടുപോയിട്ട് ആ റിസാലത്തിൻ്റെ ശരീരത്തിലേക്ക് മണ്ണ് വാരിയിടാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിച്ചത് സൽമാൻ? സൽമാൻ തങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല. അവിടെന്ന് പറഞ്ഞു, അലിയാർ തങ്ങൾ എന്നെ പറഞ്ഞയച്ചതാണ്. ഒരു ക്രൈസ്തവ സഹോദരൻ റസൂലുള്ളാഹിനെ പഠിച്ചുകൊണ്ട് കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞല്ലോ. അവിടുത്തെ ഒരു കുപ്പായമെങ്കിലും ഒന്ന് തരാമോ ഫാത്തിമ? അത് വാങ്ങിക്കൊണ്ട് ചെല്ലാൻ അലിയാർ തങ്ങൾ എന്നെ പറഞ്ഞയച്ചതാണ്. റസൂലുള്ളാഹിന്റെ ഖമീസ് എടുത്തിട്ട് ഫാത്തിമ ബീവി തൻ്റെ മുഖത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ചുടുചുംബനങ്ങൾ കൊടുത്തിട്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് സൽമാൻ തങ്ങളെ കയ്യിലേക്ക് റസൂലുള്ളാഹിന്റെ ഖമീസ് അങ്ങ് കൊടുക്കുകയാണ്. ആ ഖമീസ് സൽമാൻ തങ്ങൾ ചുംബിച്ച് ചുംബിച്ച് മദീനത്തെ പള്ളിയിലേക്ക് ഓടുകയാണ്. അവിടെ ചെന്ന് അലിയാർ തങ്ങളെ കയ്യിലേക്ക് റസൂലുള്ളാഹിന്റെ ഖമീസ് അങ്ങ് കൊടുത്തപ്പോൾ അലിയാർ തങ്ങളും അത് ചുംബിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ഖമീസ വന്ന ക്രൈസ്തവ സഹോദരന്റെ കയ്യിലങ്ങ് കൊടുത്തപ്പോൾ തൻ്റെ നെഞ്ചത്തേക്ക് മുഖത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ ക്രൈസ്തവ സഹോദരനങ്ങ് ചുംബിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ആ ഖമീസിന്റെ സുഗന്ധം കേട്ട് സുഗന്ധം അനുഭവിച്ചപ്പോ ആ മനുഷ്യനതാ അന്താളിച്ചു പോവുകയാണ്. ആ ക്രൈസ്തവ സഹോദരൻ പറയുകയാ, ഈ ഖമീസിന് എന്തൊരു സുഗന്ധമാണ്! അവിടുത്തെ റിസാലത്തിന്റെ ശരീരത്തിൽ കിടന്ന ഖമീസിന് ഇത്ര വലിയ സുഗന്ധമുണ്ടെങ്കിൽ അവിടുത്തെ ശരീരത്തിന്റെ സുഗന്ധം എത്രയാ! അതല്ലേ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ
പറഞ്ഞത് വതുലുദൂക കാഫൂറുൻ വറുബൂക അംബറൂ വഖുമുസൂക യാഖൂതുൻ വബാഖീക ജൗഹറൂ. നബിയെ, അങ്ങയുടെ ശരീരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1/3 കസ്തൂരിയാണ്, 4/1 അംബറാണ്. അങ്ങനെ തുടങ്ങി അടിമുടി അമൂല്യമായ സുഗന്ധമാ. ഇത് ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടി നമ്മളെ പഠിപ്പിച്ചതല്ലേ. ക്രൈസ്തവ സഹോദരനാ ഖമീസ് മുത്തിമണത്തിട്ട് പറയുകയാണ്, അവിടത്തെ ശരീരത്തിൽ കിടന്ന കുപ്പായത്തിന് ഇത്രയും വലിയ സുഗന്ധമുണ്ടെങ്കിൽ ആ ശരീരത്തിൻ്റെ സുഗന്ധം എത്രയാ, അത് അനുഭവിക്കാൻ ഈ പാവപ്പെട്ടവന് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ ആ സുഗന്ധം കൊണ്ട് ബോധരഹിതനായി വീഴുകയാണ്. സ്വഹാബത്ത് വെള്ളം തെളിച്ച് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ആ മനുഷ്യൻ അവിടെ കിടന്നുകൊണ്ട് പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന ഹാദാ റസൂലുള്ളാഹ്. റസൂലുള്ളാഹിന്റെ ഖമീസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കെൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതില്ല, ഹബീബായ തങ്ങളുടെ മദീനയിൽ എനിക്കൊന്ന് അന്ത്യവിശ്രമം കൊള്ളാൻ ഒരൽപ്പം സ്ഥലം മതിയേ എന്നങ്ങ് പറയേണ്ട താമസമത അവിടെ കിടന്ന് ഷഹീദാവുകയാണ്, ഈ ലോകത്തോട് വിട പറയുകയാ. ഹബീബായ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന തൊട്ടുചാര ജന്നത്തുൽ ബഖി എന്ന ലക്ഷോപലക്ഷം വരുന്ന സ്വഹാബത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന റസൂലുള്ളാഹിന്റെ പൊന്നുമോള് ഫാത്തിമത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അടക്കമുള്ള മഹാന്മാരാകുന്ന ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഖിയിൽ അതാ ആ മഹാന മറവ് ചെയ്യുകയാണ്. അതാണ് സഹോദരങ്ങളെ റസൂലുള്ളാഹിനോടുള്ള സ്നേഹമെന്ന് പറയുന്നത്. അവിടത്തെ കുപ്പായത്തിന്റെ സുഗന്ധം കേട്ടപ്പോഴേക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്, ബോധരഹിതനായി വീഴുകയാണ്. അവരൊക്കെ അങ്ങനെ സ്നേഹിച്ചവരാ. നമുക്ക് സ്നേഹമുണ്ട്, പക്ഷെ നമ്മളെ സ്നേഹവും ആ സ്നേഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. അള്ളാഹു നമുക്കൊക്കെ ഹബീബിനെ ധാരാളം സ്നേഹിക്കാനും അവിടുത്തെ മേൽ ധാരാളം സ്വലാത്തുകൾ ചെല്ലാനും ഇന്നതിൻ്റെ ഏറ്റവും ഉതകുന്ന ദിവസമാണ്. വെള്ളിയാഴ്ചയാണ്, റസൂലുള്ളാഹിന്റെ ജന്മദിനാണ്, റസൂലുള്ളാഹിന്റെ ജന്മമാസമാണ്. എന്തെല്ലാം കൊണ്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തേണ്ട ദിവസമാണ്. അള്ളാഹു ഇതിനൊക്കെ നമുക്ക് ഭാഗ്യം തരട്ടെ. എന്ത് വെള്ളിയാഴ്ച വന്നാലും, ഇതിനെക്കാട്ടും വലിയ വെള്ളിയാഴ്ച വന്നാലും നമുക്ക് കുറച്ച് ആൾക്കാർക്ക് അതൊന്നും എന്തല്ല പ്രശ്നമല്ല അല്ലേ. ഞാൻ സത്യത്തിൽ ഇന്ന് ജുമായുടെ നിസ്കാരത്തിൻ്റെ മിഹ്റാബിലേക്ക് നിന്നപ്പോൾ, ഇന്ന് നിങ്ങളാരും പോവരുത്, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഹബീബിൻ്റെ ജന്മദിനാണല്ലോ ഒന്ന്, ഇങ്ങനത്തെ ഒരു ദിവസം കിട്ടൂല, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവാന്ന് പറയട്ടെ എന്ന് കരുതി. പിന്നെ ഞാൻ വിചാരിച്ചു, റസൂലുള്ള എൻ്റെ മാത്രമല്ലല്ലോ, റസൂലുള്ള എൻ്റെ മാത്രമല്ലല്ലോ, നമ്മളത് എല്ലാവരും അല്ലേ. അപ്പോൾ ഹബീബിനോട് ഹുബ്ബുള്ളവരെന്ത് ചെയ്തോളും, ഇരുന്നോളും എന്ന് മനസ്സിലാക്കി. ആരോഗ്യം ഉണ്ടായിട്ടും വഹിച്ചിട്ടൊന്നല്ല, എന്നാലും ഈ ദിവസം പറയണോ പറയണ്ടേന്ന് വരെ ചിന്തിച്ചു പോയതാ. പക്ഷേ ഈ ദിവസത്തെ പറയാതെ അങ്ങ് വിട്ടാൽ അടുത്ത റസൂലുള്ളാഹിന്റെ റബീഉൽ അവ്വൽ വരുമ്പോൾ ഞാൻ ഇല്ലെങ്കിലോ പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹബീബിനോടുള്ള ഹുബ്ബ് കൽബിൽ ഇങ്ങനെ നിറഞ്ഞു പൊന്തുമ്പോൾ ഒരു വിശ്വാസിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, അതിൽ മൗനം പാലിക്കാൻ പറ്റില്ല. അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. ഹബീബിനോടുള്ള ഇഷ്ടം ധാരാളമായി നമ്മളെ കൽബിൽ അള്ളാഹു തരട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. കുറച്ചുകൂടി കാര്യങ്ങൾ പറയണമെന്നുണ്ട് ഇൻഷാ അല്ലാഹ്, അത് അടുത്ത ആഴ്ച നമുക്ക് പറയാം. ഈമാനോടുകൂടി മരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ടതുണ്ട്. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീക്ക് ചെയ്താൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ഒരവസ്ഥ, വലിയ പ്രയാസം അനുഭവിക്കുന്നൊരു കുടുംബമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്, നബിദിനമാണ്. ഹബീബായ റസൂലുള്ളാഹിനെ മുൻനിർത്തിയിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെ കയ്യിലുള്ളതിൽ നല്ലൊരു സംഭാവന തരും. അതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ ഖബൂലാക്കണേ റഹ്മാനെ. പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പറയുമ്പോൾ സഹകരിക്കുന്നവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ
അല്ലാ. രണ്ട് ലോകത്തും നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഹബീബായ റസൂലുള്ളാഹിന്റെ ജന്മദിനമായ പരിശുദ്ധമായ ദിവസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സകല പാപങ്ങളും ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ. ഞങ്ങളിൽ രോഗികളുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, ശിഫയാക്കണേ റഹ്മാനെ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ബർസഖിയായ ജീവിതം നീ റാഹത്തിലും സന്തോഷത്തിലുമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഹബീബിൻ്റെ ജന്മദിനമായ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒരുമിച്ച് കൂടി ചൊല്ലിയതും പറഞ്ഞതും ഒക്കെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹ്മാനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ അല്ലാഹ്, അല്ലാഹുവേ, മജ്ലിസ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. ഹബീബിൻ്റെ തിരുനോട്ടമുള്ള മജ്ലിസാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഹബീബിനെ സ്നേഹിച്ച് ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അവിടത്തെയോടുള്ള ഇഷ്ക് ഞങ്ങളെ ഖൽബിൽ ഏറ്റി തരണേ അല്ലാ. അല്ലാഹുവേ, ഹബീബായ മുത്തുനബി കരഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടത്തെയുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ ഹബീബായ മുത്തുനബി കരഞ്ഞിട്ടില്ല. ഹബീബായ മുത്ത് തങ്ങൾ കരഞ്ഞത് ഈ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാഹുവേ, ഞങ്ങളോട് പൊറുക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്ത തിന്മകളൊക്കെ ഞങ്ങൾക്ക് പൊറുക്കണം റഹ്മാനെ. ഞങ്ങളോട് കൃപ ചെയ്യണേ അല്ലാ. ഞങ്ങളോട് കരുണ കാണിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഹബീബായ മുത്ത് നബിയുടെ മദ്ഹ് പറഞ്ഞതിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ ശബ്ദത്തിനൊക്കെ നീ നല്ല റാഹത്ത് നൽകണേ റഹ്മാനെ. തൊണ്ടയുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, ഹബീബായ റസൂലുള്ളാഹിൻ്റെ ശഫാഅത്ത് ലഭിക്കുന്ന മുഖ്ലിസീങ്ങളിൽ പാവങ്ങളായ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കളെ പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാരെ പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്നതിൻ്റെ മുമ്പ് മനാമിലെങ്കിലും ഹബീബിനെ ഒന്ന് കാട്ടിത്തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുന്നതിൻ്റെ മുമ്പ് മക്കയും മദീനയും ഞങ്ങളെ കാണിക്കണേ അല്ലാ. മക്കത്തുൽ മുക്കറമയിലും മദീനത്തുൽ മുനവ്വറയിലും ഞങ്ങളെ എത്തിക്കണേ അല്ലാ. മദീന കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ഹബീബിൻ്റെ ചാര ചെന്നുകൊണ്ട സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. അവിടെ നിന്ന് വലത് ഭാഗത്തേക്ക് ഒരു മുഴം മാറി മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് അസ്സലാമു അലൈക യാ അബാ ബക്കറിൻ സഫിയ്യ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജസാക്കല്ലാഹു അൻ ഉമ്മത്തി നബിയിഹി ഖൈറാ എന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് സലാം പറയാനും അവിടെ നിന്ന് വലത് ഭാഗത്തേക്ക് ഒരു മുഴം മാറി ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ അജയ്യനായ അമരക്കാരൻ മഹാനാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് അസ്സലാമു അലൈക യാ ഉമറു അഅസ്സല്ലാഹു ബികൽ ഇസ്ലാം ജസാക്കല്ലാഹു അൻ ഉമ്മത്തി നബിയിഹി ഖൈറാ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് സലാം പറയാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഹബീബിൻ്റെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, ധാരാളം സ്വലാത്തുകൾ അവിടുത്തെ മേൽ വർഷിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, കുഞ്ഞുനാൾ തൊട്ട് ഞങ്ങൾ തിരിഞ്ഞ് നിസ്കരിച്ച് ഞങ്ങളെ ഖിബ്ലയാകുന്ന പരിശുദ്ധ കഅബ ശരീഫ് കൺകുളിർക്ക കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഈ ഒരുമിച്ച് കൂടി ആമീൻ പറയുന്ന, അതുപോലെ ഈ ശബ്ദം ശ്രവിച്ച് ദുആയിൽ പങ്കാളികളാകുന്ന മുഴുവൻ ആളുകൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, സാഹിര്യങ്ങളെ സിഹറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ. ആയിനീങ്ങളെ ആയിനിനെ തൊട്ട് കാക്കണേ അല്ലാ. നമ്മാമീങ്ങളെ നമീമത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഈ മജ്ലിസിൽ ഇത്രയും സമയം ചിലവഴിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഹബീബിനെ മനാമിൽ ഞങ്ങൾക്കൊന്ന് കാട്ടിത്തരണേ അല്ലാ.
എത്രയോ മഹാന്മാര് ഹബീബിനെ കണ്ട് മരിച്ചവരാണ്. അല്ലാഹുവേ, അതുപോലെ ഹബീബിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാൻ ഞങ്ങൾക്കും ഭാഗ്യം നൽകണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹിനെ സ്നേഹിച്ച് ധാരാളം സ്വലാത്തുകൾ ചൊല്ലി അവസാനം ആ ഹബീബ് ഞങ്ങളെ ജനാസ ഖബറിലേക്ക് വെക്കുമ്പോൾ അല്ലാഹുവേ, ഞങ്ങളെ ജനാസയെ വരവേൽക്കുന്നൊരവസ്ഥ ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഹബീബിൻ്റെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന ജോലികളിലൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഖൈറ് നൽകണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിന് സമാധാനം നൽകണേ അല്ലാ. ലോക ജനതയ്ക്ക് സമാധാനം നൽകണേ അല്ലാ. ഫലസ്തീൻ്റെ മലമടക്കുകളിൽ ഗസയുടെ എത്രയോ സന്തതികൾ പിടഞ്ഞു വീഴുകയാണ്. പിഞ്ചോമന മക്കൾ രക്തമില്ല, ശരീരത്തിൽ വെള്ളമില്ലാതെ ഒരിറക്ക് വെള്ളം പോലും കിട്ടാതെ പിടഞ്ഞു മരിക്കുമ്പോൾ അല്ലാഹുവേ, ഞങ്ങൾ സുഭിക്ഷമായി ആഹരിക്കുകയാണ്, സുഭിക്ഷമായി വസ്ത്രം ധരിക്കുകയാണ്, സുന്ദരമായി മൂടിപ്പുതച്ചുറങ്ങുകയാണ്. പടച്ചോനെ, ഞങ്ങൾ ചെയ്യുന്നതൊക്കെ നന്ദി കേടാണ്. അല്ലാഹുവേ, ഞങ്ങളോട് പൊറുക്കണേ അല്ലാ, ഞങ്ങളോട് പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സമാധാനം നൽകണേ റബ്ബേ. ഞങ്ങളെ മക്കൾക്കൊക്കെ ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾ, കൂട്ടുകുടുംബാദികൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. ഞങ്ങളെ ഭാര്യമാർ ഗർഭിണികളാണ് റഹ്മാനെ, സുഖപ്രസവം നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തി നിൽക്കുന്ന എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത തിന്മയുടെ കാരണം കൊണ്ടാണ് അല്ലാഹുവേ ഞങ്ങളെ മക്കയിലും മദീനയിലും കാല് കുത്തിക്കാത്തതെങ്കിൽ അല്ലാഹുവേ, ഗഫൂറുർ റഹീമായ റബ്ബേ, അടിയങ്ങളോട് പൊറുക്കണേ അല്ലാ, ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്ത പാപങ്ങളൊക്കെ പുറത്ത് ഞങ്ങളാ പുണ്യഭൂമിയിൽ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ദുആ സ്വീകരിക്കണേ അല്ലാ. എത്രയോ ആളുകൾ രോഗികളുണ്ട്, സലാമത്താക്കണേ അല്ലാ. ഞങ്ങളുടെ അന്നദാനത്തിലേക്ക് സംഭാവന നൽകിയവരുണ്ട്, കബൂലാക്കണേ അല്ലാ. പള്ളിയിൽ പുകയിപ്പിക്കാനുള്ള ഓത് കൊടുത്തയച്ചവരുണ്ട്, കബൂലാക്കണേ അല്ലാ. വീട് പണി തുടങ്ങാനിരിക്കുകയാണ് ഉസ്താദെ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. അനുയോജ്യമായ അവസരങ്ങളൊക്കെ നൽകി വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങൾ ഓരോരുത്തരുടെയും ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, വിനീതൻ്റെ ചികിത്സാ ദിവസങ്ങളിൽ എത്രയോ പ്രയാസപ്പെടുന്ന ആളുകൾ അവരുടെ പ്രയാസത്തിൻ്റെ ഭാണ്ഡം ഇറക്കി വെക്കുമ്പോൾ നമ്മൾ പോലും തകർന്നു പോകുന്ന വിഷമങ്ങളാണ്. സലാമത്ത് നൽകണേ അല്ലാ. അവരോട് പറഞ്ഞു കൊടുക്കുന്നതിലും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലുമൊക്കെ ശിഫയും സലാമത്തും നൽകണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ കാവൽ അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.